പോലീസിനെ കൃത്യമായി രണ്ടായി വിഭജിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തിലെ ജനസംഖ്യയും അവിടുത്തെ പ്രത്യേക സാഹചര്യവും ആവശ്യപ്പെടുന്നത് പോലെ ക്രമസമാധാനത്തിനുള്ള പോലീസ്, അന്വേഷണത്തിനുള്ള പോലീസ്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്നത് സംസ്ഥാനത്തെ മൊത്തം സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ, പോലീസ് വെൽഫെയർ ബോർഡ്, അങ്ങ് നേരത്തെ പറഞ്ഞു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി. ഇത്തരം മെഷീനറികളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയോ സാർ? ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ 2011-12 വർഷങ്ങളിൽ ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഒരു വ്യക്തമായ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു 4-5 കൊല്ലം എടുക്കും. എല്ലാം ഒന്ന് തുടങ്ങിയിട്ട്, ഉദാഹരണത്തിന് എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ്. അപ്പം ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബാല്യം, ഒരു യൗവനം, അതിനൊരു പ്രായപൂർത്തിയാകാൻ കുറച്ച് സമയമുണ്ട്. അതെല്ലാം ഇപ്പം നല്ലപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ പോലീസിംഗ് രീതി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും സർവീസിൽ നിന്ന് ഔപചാരികമായി വിരമിച്ചതിന് ശേഷം ഇപ്പോൾ അങ്ങയുടെ സേവന തലങ്ങളെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ ധാരണയുള്ള സംസ്ഥാന ഭരണകൂടം അങ്ങയെ ഇപ്പോൾ പുതിയ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പ്, ദേശീയ കായികമേളയുടെ നടത്തിപ്പ്, അതിന് കാവ്യനീതി സംബന്ധമായ ഒരു കാര്യം കൂടി ഞാൻ കാണുന്നു. അതായത് നമ്മുടെ മുൻ പോലീസ് മേധാവി പ്രാതസ്മരണീയനായ ശ്രീ MK ജോസഫ് സാർ കേരളത്തിലെ സ്പോർട്സിന്റെ നവീകരണത്തിന് വേണ്ടി ഏറെ ശ്രദ്ധയൂന്നിയ കേരള പോലീസ് ടീം തുടങ്ങിയ ഒരുപാട് ആഭിമുഖ്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ മനസ്സിൽ വെക്കാം. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം രൂപപ്പെട്ടു വന്നപ്പോൾ, നിർമ്മിക്കപ്പെട്ടപ്പോൾ, പിന്നെ തുടർന്നൊരു വ്യാഴവട്ടക്കാലം തന്നെ ആലങ്കാരികമായി പറഞ്ഞാൽ കാലമാത്രയിൽ അത് ആരും അതിന്റെ ചുമതല ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു ശ്രീ ഹോർമിസ് തരകൻ DGP ആയിരുന്നപ്പോഴാണ് അങ്ങേ ഈ ചുമതല ഏൽപ്പിച്ചത്. ഇപ്പോൾ കൊല്ലത്തിൽ 1 കോടി രൂപ വരുമാനമുള്ള ഒരു വലിയ സ്റ്റേഡിയ സമുച്ചയമാക്കി അത് മാറ്റിക്കഴിഞ്ഞു. അതാണ് അങ്ങയുടെ ഈ നിയമനം കാവ്യനീതി ആണ് എന്ന് പറയാൻ കാരണം. എത്രത്തോളം അങ്ങ് ഈ രംഗത്ത് പ്രതീക്ഷകൾ സൂക്ഷിക്കുന്നു? ഞാൻ MK ജോസഫ് സാർ DGP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഐ വാസ് AIG ടു MK ജോസഫ്. അപ്പോൾ അത് അന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ പോലീസ് സ്പോർട്സ് രംഗത്തൊക്കെ പ്രവർത്തിച്ചാൽ ഈ പോലീസിനോടുള്ള ആളുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവം വളരെയധികം മാറും. താങ്കൾ നേരത്തെ രാജൻ കേസിനെ കുറിച്ച് സൂചിപ്പിച്ചു. രാജൻ കേസിന്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഞാൻ വടകര ASP അണ്ടർ ട്രെയിനിങ് ആണ്. വടകര തന്നെ, വടകര സബ് ഡിവിഷൻ ഭയങ്കര പ്രശ്നം. അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ, അഞ്ചുവിളക്ക് താങ്കൾക്കറിയാം, വടകര ജംഗ്ഷനിൽ, അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ ട്രാഫിക് പോലീസുകാരന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. നിന്ന ആളുകൾ കൂവും, അവനെ ഓടിച്ചുവിടും, ആ അവസ്ഥ. ആ സമയത്ത് തന്നെ, അക്കൊല്ലം തന്നെ ഏപ്രിൽ അവസാനം വടകര ഒരു നാഷണൽ വോളിബോൾ ടൂർണമെന്റ് നടന്നു. അത് വടകര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് കിഴക്ക് വശത്തുള്ള ഗ്രൗണ്ടിലാണ്. അവിടെ കേരള പോലീസ്, ഇപ്പം നമ്മുടെ ഉത്തരമേഖല IG ആയ ജോസ് ജോർജ്, തൃശൂർ IG ആയ ഗോപി, ജോസിന്റെ സഹോദരൻ ജിമ്മി, മൂസ, ഇവരൊക്കെ കളിക്കുന്ന, ജിമ്മിയും ജോസും ഗോപിയും ഒക്കെ കളിക്കുന്ന കേരള പോലീസ് ടീം കളിക്കുകയാണ്. ഈ അഞ്ചുവിളക്ക് ജംഗ്ഷനിലെ കാക്കിധാരിയായ പോലീസുകാരനെ കൂവി വിളിച്ച അതേ ജനം തന്നെ അതേ സന്ദർഭത്തിൽ വൈകുന്നേരം പോയി ഈ നമ്മുടെ വോളിബോൾ കണ്ട് കേരള പോലീസ് KJ എന്ന് വിളിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അതെ, അപ്പൊ അതുകൊണ്ട് ഈ സ്പോർട്സിനൊരു മാസ്മരിക ശക്തിയുണ്ട്. ആ സ്പോർട്സിന്റെ മാസ്മരിക ശക്തി, അത് കഴിവുകൊണ്ടാണ് കീഴ്പ്പെടുത്തുന്നത്, അധികാരം കൊണ്ടല്ല. കഴിവുകൊണ്ട് ഒരു വിജയി ഒരാളെ വേറൊരു ശക്തിയെ നേരിടുന്നതും അധികാരം കൊണ്ടൊരു ശക്തിയെ നേരിടുന്നതും തമ്മിലുള്ള പൗരന്മാരുടെ വ്യത്യസ്തമായ സമീപനത്തിന്റെ ദൃഷ്ടാന്തമാണിത്. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ MK ജോസഫ് സാറിനോട് വളരെ ആത്മാർത്ഥമായിട്ട് അതൊക്കെ സഹായിച്ചു. ഈ ടീം ഉണ്ടാക്കുന്നതിലും ഈ സ്റ്റേഡിയത്തിന്റെ 126 ദിവസം കൊണ്ട് ഇതിന്റെ ഗാലറി ഉണ്ടാക്കുന്നതിലും ഒക്കെ. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതായി പോയപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ വലിയൊരു ഖേദം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ. അപ്പോൾ തരക സാറിനോട് ചോദിച്ചപ്പോൾ ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ വിധിച്ചതും എന്ന രീതിയിലാണ് ഞാനത് സ്വീകരിച്ചത്. ഇതിപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ഗെയിംസിന് വേണ്ടി അത് എടുത്തുകൊണ്ടാണ് ഇവിടെ എല്ലാം കുഴിച്ചിട്ടിരിക്കുന്നത്. അല്ലാതെ പൊതുജനങ്ങൾ വിചാരിക്കുന്നത് പോലെ പരിപാടികൾ കൊടുക്കാൻ വേണ്ടിയല്ല. നാഷണൽ ഗെയിംസിന് വേണ്ടി അത് കുഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് പരിപാടിക്ക് കൊടുക്കുന്നത്. അതെല്ലാം ഇനി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അവിടെ സിന്തറ്റിക് ടർഫ് ഇടാൻ പോവാണ്. അതുകൊണ്ടാണ് അവിടെ പുല്ല് വളർത്താത്തത്. സിന്തറ്റിക് ടർഫ് ഇടാൻ നേരത്തെ പുല്ലിന്റെ ആവശ്യമില്ല. ഇംഗ്ലീഷ് പദങ്ങളായാലും മലയാള പദങ്ങളായാലും അതിൻ്റെ അർത്ഥവും സാരവും ഗ്രഹിച്ച് പ്രയോഗിക്കുകയും നീതിബോധത്തെ അടിസ്ഥാനപ്പെടുത്തി സുവ്യക്തമായ കർമ്മങ്ങൾ സുധീരം ചെയ്യുകയും ചെയ്യുന്ന അങ്ങയുടെ ഒരു ജീവിത തത്വചിന്ത ഇനിയങ്ങോട്ടുള്ള വഴികളിലും
സമൂഹത്തിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും ഏറെ പ്രയോജനം ഭവിക്കുന്ന രീതിയിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ഈ ചടുലമായ കർമ്മക്ഷമതയുടെ അനസ്യൂതമായ തുടർച്ചയും ആശംസിക്കുന്നു. സമയത്തിന് നന്ദി. നമസ്കാരം. നമസ്കാരം. വളരെ നന്ദി. വളരെ നന്ദി.